ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊരു കർഷകൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ വാച്ച് കൃഷിയിടത്തിൽ നഷ്ടപ്പെട്ടു പോയി. അയാൾക്ക് വലിയ സങ്കടമായി. ഒരുപാട് സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റൊക്കെ ഉണ്ടായിരുന്ന വാച്ചായിരുന്നു. കുറേ സമയം അയാൾ വാച്ച് അന്വേഷിച്ച് നടന്നു, വാച്ച് കിട്ടിയില്ല. കുറച്ച് കുട്ടികൾ അതിനടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷിക്കാരൻ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു വാച്ച് കളഞ്ഞുപോയി, നിങ്ങളതൊന്ന് കണ്ടുപിടിച്ച് തരണം. കണ്ടുപിടിച്ച് തരുന്നവർക്ക് നല്ല സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അവർ ഉത്സാഹപൂർവ്വം ഈ വാച്ച് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കുറേ അധികം സമയം കഴിഞ്ഞിട്ട് വാച്ച് കിട്ടിയില്ല. ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഏകദേശം സന്ധ്യാസമയത്തോടടുത്തപ്പോൾ 2-3 കുട്ടികൾ മാത്രം അവശേഷിച്ചു. അപ്പോൾ കർഷകൻ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇനി നമുക്ക് വാച്ചൊന്നും അന്വേഷിക്കണ്ട, നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിക്കോളൂ. കർഷകനും തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽക്കുള്ളൊരു മുട്ട് കേട്ടു. തുറന്നു നോക്കിയപ്പോൾ ഒരു കൊച്ചു പയ്യനാണ്. അപ്പോൾ ആ കുട്ടി കർഷകനോട് പറഞ്ഞു, ഒരവസരം കൂടി എനിക്ക് തരണം, ഞാൻ വാച്ച് അന്വേഷിച്ച് കൊണ്ടുവന്ന് തരാം. കർഷകൻ സമ്മതിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അയാൾ വാച്ചുമായിട്ട് തിരിച്ചെത്തി. കർഷകന് വളരെ അത്ഭുതമായി. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ കുട്ടി പറഞ്ഞത് ഇതാണ്, രാത്രിയല്ലേ, എല്ലായിടവും വളരെ നിശബ്ദമായിരുന്നു. ഞാനും വളരെ നിശബ്ദമായിട്ടിരുന്ന് കാതോർത്തപ്പോൾ ഈ വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ വാച്ച് കണ്ടെത്തിയത്. യെസ്, സൈലൻസ് അഥവാ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരുന്ന അവസരങ്ങൾ വളരെ വലുതാണ്. വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും എഴുത്തുകാരും ഒക്കെ കൂട്ടുപിടിച്ചത് ഈ സൈലൻസിനെയാണല്ലേ. ആശയവിനിമയവുമായിട്ട് ബന്ധപ്പെട്ട് സൈലൻസിനെ കുറിച്ച് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. മൗനം വിദ്വാനുഭൂഷണം, മൗനം സമ്മതം, നിറകുടം തുളുമ്പുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ എല്ലാവരും കേട്ട് കാണും. അതുപോലെ തന്നെ ചില മഹദ്വചനങ്ങൾ, നമ്മളെ ഒരിക്കലും ചതിക്കാത്ത ഏറ്റവും ട്രൂ ആയിട്ടുള്ള ഒരു സുഹൃത്താണ് സൈലൻസ്. സൈലൻസിനെ പറ്റി പറയുന്ന വേറൊരു കാര്യമുണ്ട്, സൈലൻസ് ഈസ് വൺ തിങ് വിച്ച് അവർ ഈഗോ ഹേറ്റ്സ് ആൻഡ് ദ സോൾ ലവ്സ്. നമുക്ക് സൈലൻ്റ് ആകാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ഈഗോയല്ലേ. ചില സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് ബുദ്ധി, പക്ഷെ നമ്മുടെ ഈഗോ അതിനെ സമ്മതിക്കില്ല. ഏതായാലും ആശയവിനിമയത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണെന്ന് പറയാം സൈലൻസ്. പക്ഷെ പ്രശ്നം എന്താണെന്നോ, ഇത് ഔചിത്യപൂർവ്വം ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ പണ്ടേ തുടങ്ങി കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട, മിണ്ടാതിരുന്നാൽ മതി. ചില കാര്യങ്ങൾ പറഞ്ഞേ മതിയാവൂ. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ മൗനമായിട്ടിരിക്കാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൈലൻസിനെ കുറിച്ചാണ്. ഈ സൈലൻസ് ഔചിത്യപൂർവ്വം നമുക്ക് ആശയവിനിമയത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം, സൈലൻ്റ് ആയിരിക്കേണ്ടത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്, അത്തരം 8 സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1, എപ്പോഴൊക്കെ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. APJ അബ്ദുൽ കലാം പറഞ്ഞ 2 കാര്യങ്ങളാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില ആളുകൾക്ക് നമ്മുടെ ഫീലിങ്സോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതോ മനസ്സിലാകണമെന്നില്ല. അവരിങ്ങനെ മനസ്സിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്ത് പറയുമ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരൊരിക്കലും നമ്മളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ അടുത്ത് സൈലൻ്റ് ആയിരിക്കുക. പിന്നെ ചിലരുണ്ട്, നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. നമ്മളുടെ വികാരങ്ങൾ അവർ ഉൾക്കൊള്ളും, നമ്മളെ മനസ്സിലാക്കും, വികാരങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളും. അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയണമെന്നില്ല. അവിടെ നമുക്ക് ഔചിത്യപൂർവ്വം ചെയ്യാവുന്നത് ബി സൈലൻറ്റ്. വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തോന്നാവുന്ന ഒരു കാര്യമില്ലേ, എൻ്റെ ഇത്രയും വിശ്വാസമില്ലേ, ഇത്രയും കാലമായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടതായിട്ട് വരും. 2, സൈലൻസ് ചിലർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ ചില ഫോൺ കോളുകൾ വരാറുണ്ട്. മാഡത്തിന് സമയം ഉണ്ടാവുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആർ യു ഫ്രീ? സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വിഷമം പറയാനുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിശബ്ദമായിട്ടിരിക്കുകയാണ് ആ സമയത്ത് ആവശ്യം. അവർ സംസാരിക്കുമ്പോൾ നമ്മൾ കയറി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ശ്രദ്ധിച്ച് കേൾക്കാൻ നിശബ്ദമായിട്ടിരിക്കുന്ന ഒരാളെയാണ് ആ സന്ദർഭത്തിൽ അവർക്ക് ആവശ്യം. നമ്മൾ നിശബ്ദമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസമാകും. അവിടെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യണത്. ചില സമയത്ത് ആളുകൾ ആവശ്യപ്പെടുന്നത് അതല്ല, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്,
അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണ്ടേ, അവിടെ മൗനമായിട്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. ഇനി 3, ചില ആളുകളില്ലേ എപ്പോഴും നമ്മളിങ്ങനെ ഡൗൺ ആക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം, ചിലപ്പോൾ അവരുടെ ചില രീതികളാവാം. നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരിടപെടും. കുറച്ച് കല്യാണം കഴിക്കാൻ വൈകിപ്പോയാൽ പിന്നെ അതേപ്പറ്റിയാകും അവരുടെ ചർച്ച. ജോലിയൊന്നും ആയിട്ടില്ലെങ്കിലേ, അയ്യോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ, അവർ നമ്മളോട് സഹതാപം കാണിക്കും. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുമെന്നുള്ളതായിരിക്കും അവരുടെ വാശി. അത് അവരുടെ സംഭാഷണം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇത്തരം സന്ദർഭങ്ങളിൽ പുഞ്ചിരിയോടുകൂടി മൗനമായിട്ടിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം മറുപടി കിട്ടുന്തോറും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു താല്പര്യം അവർക്ക് കൂടും. നമ്മൾ എഫക്റ്റഡ് ആണെന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള ചില സാഡിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ബി സൈലൻറ്റ് വിത്ത് എ സ്മൈൽ. വാക്കുകളേക്കാൾ ശക്തമായി നമ്മുടെ നിശബ്ദത, ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചിലർ വളരെ ഡിപ്രസ്ഡ് ആകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവർ വളരെ ആകസ്മികമായി വേർപിരിഞ്ഞൊക്കെ പോകുമ്പോൾ അവർ വല്ലാത്ത ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കണമെന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് സൈലൻസ് ആണ്. നമ്മുടെ ഒരു സ്പർശനം, ഒരു ഹഗ്ഗിങ്, ഇതൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ അവിടെ കൺവേ ചെയ്യും. നിശബ്ദമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഒരുപാട് അർത്ഥങ്ങൾ കൺവേ ചെയ്യും. ഒരു സ്പർശനം, ഒരു ഹഗ്ഗിങ്, ഇതൊക്കെ വാക്കുകളേക്കാൾ പവർഫുള്ളാണ്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വോയിസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. 5, ഉറപ്പായിട്ട് സൈലൻ്റ് ആയിരിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. നല്ല ദേഷ്യം വരുമ്പോൾ, ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല ദേഷ്യം വരുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു പാർട്ട് ആക്ടിവേറ്റഡ് ആവും. ആ സമയത്ത് നമുക്ക് നമ്മുടെ മേലെ ഒരു കൺട്രോളും ഉണ്ടാവില്ല. അപ്പോൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വായത്തോന്നിയതൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കോർട്ടെക്സ് എന്നുള്ളൊരു പാർട്ട് ആക്ടിവേറ്റഡ് ആകാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ കാര്യകാരണ സഹിതം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രശ്നമാകും, വിഷമമാകും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ദേഷ്യം വരുമ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 6ാമത്തെ സന്ദർഭം ഏതാണെന്നോ, നമ്മൾ ഒരു ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഗോസിപ്പ് പറയാറുണ്ടല്ലോ. നമ്മളൊക്കെ ചേർന്നിരുന്ന് വേറൊരാളെ പറ്റി പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ആസ്വദിക്കുക. അപ്പം നല്ല രസം തോന്നി നമ്മൾ പലതും പറഞ്ഞു പോകും. ആ സമയത്തും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് വളരെ ബുദ്ധിപരമാണ്. പ്രത്യേകിച്ച് ഈ ഫോൺ ചെയ്യുമ്പോൾ 2 പേര് ചേർന്ന് 3ാമതൊരാളെക്കുറിച്ച് ഇങ്ങനെ പറയില്ലേ, അപ്പോൾ നമ്മൾ അറിയാതെ പലതും ഇങ്ങനെ പറഞ്ഞു പോകും. ഇപ്പോൾ ഫോൺ കോൾസ് പോലും റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് മറന്നു പോകരുത്. നമുക്കിപ്പോൾ പ്രൈവസി തീരെ കുറവാണ്. പ്രൈവസി കൂടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ സത്യം നേരെ തിരിച്ചാണ്. അതുകൊണ്ട് മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിച്ചേ മതിയാവൂ. 7ാമത്തെ സന്ദർഭം, നമ്മൾ പലപ്പോഴും പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാറുണ്ട്. അത് നല്ല കാര്യമാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നിർണായക ശക്തിയായിട്ട് തന്നെ മാറും. എന്നാലും ആദ്യത്തെ അവസരങ്ങളിൽ ഹൃദയം തുറക്കാനൊന്നും സമയമായിട്ടില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വളരെ സൈലൻ്റ് ആയിട്ട് ഇവർ ഒബ്സർവ് ചെയ്യുകയാണ് ആളുകളെ മനസ്സിലാക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. അവസാനത്തെ പോയിന്റ്, 8th പോയിന്റ്, നമുക്ക് വലിയ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മുതിരരുത്. സംശയമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ അറിവില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നതാണ് വളരെ ഉചിതം. ചിലരത് മോശമല്ലെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ വിവരമില്ലായ്മയെ പുറത്ത് കാണിക്കും. പക്ഷേ സൈലൻ്റ് ആയിരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. ഞാനൊരിക്കൽ ഒരു ഗണിതശാസ്ത്ര സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വലിയൊരു ഗണിതശാസ്ത്രജ്ഞനാണ് സെമിനാർ നയിക്കാൻ എത്തിയത്. അപ്പോൾ സെമിനാറിന് ശേഷം ആരോ ഒരു സംശയം ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മൗനം പാലിച്ചു. അതായത് ആ സബ്ജക്റ്റിനെ കുറിച്ച് പിന്നീട് സംസാരിച്ചില്ല. കുറച്ച് ഈഗോ ഉള്ള ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം കുഴപ്പത്തിലാകും. സൈലൻസ് വളരെ പവർഫുള്ളാണ്. ഇത് ആശയവിനിമയത്തിൽ നമ്മൾ ഔചിത്യപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ചിന്തിക്കാറില്ല. അപ്പം അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ചെറിയ അവസരം എൻ്റെ വീഡിയോയിലൂടെ ഉണ്ടായെങ്കിൽ എനിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.